വി.ഡി. സതീശൻ്റെ ബജറ്റ്, കാരണം ഇന്നലെ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുന്നു. അപ്പം ഞാനും ഈ ഡിസ്കഷനൊക്കെ വാച്ച് ചെയ്തു. ബജറ്റ് ശരിക്കും വായിച്ചു നോക്കി, അത് മനസ്സിലാക്കി അതെന്തുവാണ് ഈ സംഭവം. ഇപ്പം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്, അതായത് സ്വകാര്യ കമ്പനികളെ, അതായത് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബജറ്റാണ് ഉണ്ടായത്. ഇപ്പം വി.ഡി. സതീശൻ പറഞ്ഞു പൂർണ്ണമായിട്ടും ആ ആക്ഷേപത്തെ സ്വീകരിക്കുന്നു. പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇല്ലാതെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി നമ്മൾ യഥാർത്ഥ ഒറിജിൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി, അതായത് കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എക്കോണമിയിൽ വിശ്വസിക്കുന്ന നെഹ്റുവിയൻ തോട്ട്സിലാണ് പോകുന്നത്. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ആ രീതിയിൽ തന്നെ, അത് കഴിഞ്ഞ ലിബറലൈസേഷനും മൻമോഹൻ സിംഗിന് ശേഷമാണ് ഗ്രാജുവലായിട്ടുള്ള മാറ്റം സംഭവിച്ചത്. അല്ലാതെ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഏകദേശം 25-30 വർഷം കഴിഞ്ഞു ഇന്ത്യയിൽ ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ട്, അതായത് ഗ്ലോബലൈസേഷൻ. ഇത് കൊണ്ടുവന്ന ശേഷം നമ്മൾ നോക്കുക, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എക്കോണമി എന്താണെന്ന്, അല്ലെങ്കിൽ വൈബ്രൻ്റ് എക്കോണമി എന്താണ്, ഫ്യൂച്ചറിസ്റ്റിക് എക്കോണമി എന്താണ് എന്ന് ഇന്നത്തെ ജനറേഷനെ ഉൾപ്പെടെ മനസ്സിലാക്കി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫിനാൻസ് മിനിസ്റ്റർ മുഖ്യമന്ത്രിയായിട്ടിരുന്ന് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചു. അപ്പം അതിനകത്താണ് ഈ പറയുന്ന ശരിക്കും 5.5 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്, അതായത് കൊടുത്ത് കടം വാങ്ങിയിട്ടുണ്ട്. അപ്പം അത്രമാത്രം കടത്തിൽ നിൽക്കുന്ന സമയത്ത് ഫ്യൂച്ചർ എങ്ങനെ പോകണം, ഇതാണ് ആ ബജറ്റിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. അതിന് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വേണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, പഴയകാല കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ആണെങ്കിലും കരുണാകരൻ്റെ ആണെങ്കിലും അവരുടെ ബജറ്റ് ആണെങ്കിലും അവരുടെ എക്കോണമി മുഴുവനും ഒരു സോഷ്യലിസ്റ്റ് വേയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എപ്പോഴും പോപ്പുലർ ബജറ്റോ വോട്ട് ബാങ്ക് ബജറ്റാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഈ വോട്ട് ബാങ്ക് ബജറ്റ്? കിറ്റ് കൊടുക്കുക, പെൻഷൻ എത്തിക്കുക, കാരണം ഇതൊക്കെ വോട്ടുകളാകേണ്ട സാധനമാണ്. അല്ലാതെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഞാൻ കേരളത്തെ സംബന്ധിച്ച് ഈ ബജറ്റ് കണ്ടിടത്തോളം ഫ്യൂച്ചർ ജനറേഷൻ, അതിനുവേണ്ടിയാണ് സതീശൻ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ 10ൽ 10 മാർക്ക് കൊടുക്കുകയാണ്. ഒന്നാമത്. രണ്ടാമത്തെ ഒരു കാര്യം, കേരളം മലയാളികളുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരൊറ്റ എക്കണോമിസ്റ്റ് ഇല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ലെവലിലല്ല, ഇന്ത്യൻ ലെവലിലും നാഷണൽ ലെവൽ പോലും, അതായത് വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ ഒരു മലയാളി എക്കണോമിസ്റ്റുകളില്ല. അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ഈ സംഭവം. കാരണം നമ്മൾ അങ്ങനെയുള്ള സംഭവത്തെ, നമ്മളത് അങ്ങനൊരു പ്രോഡക്റ്റ് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. MA എക്കണോമിക്സ് കഴിയുമ്പോഴും എക്കണോമിക്സിൽ കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു റിസർച്ച് ചെയ്യുമ്പോഴും എക്കണോമിസ്റ്റുകളാകത്തില്ല. എക്കോണമി എന്ന് പറയുന്ന ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഗ്ലോബലായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെ വേണം, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയും. ബജറ്റിനകത്തുണ്ടായ ചില വളരെ വൈറ്റലായിട്ടുള്ള ചില സംഭവം. അതിലൊന്നാമത്തത്, കേരളത്തെ പോർട്ട് സിറ്റിയാക്കും, തുറമുഖ സിറ്റിയാക്കും. അതിൻ്റെ അകത്ത് സതീശനുമായിട്ട് ഉള്ള അതായത് പത്രസമ്മേളനത്തിൽ അയാൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് വെള്ളാനകളാണെന്ന് മനസ്സിലായിക്കോണം. ഗവൺമെൻറ്, അതായത് നമ്മുടെ പൈസ ടാക്സ് പിരിച്ചിട്ട് നടത്തിക്കൊണ്ട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന പാർട്ടിക്കാർ ഭരിക്കുന്ന സാധനമാണ് കേരളത്തിലെ പൊതുമേഖല എന്ന് പറയുന്നത്, പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. ഇത് ജോലി ജനറേറ്റ് ചെയ്യുന്ന എത്ര എഞ്ചിനീയേഴ്സിന് ജോലി കൊടുത്തു? കേരളത്തിൽ 100-120 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. എത്ര പേർക്ക് അവിടെ ജോലി കിട്ടാൻ സാധിച്ചു? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇപ്പം ഇതിനൊന്നും ഒരു ഉത്തരം കൊടുക്കുന്നില്ല ഈ പറയുന്ന ഈ മരമണ്ടന്മാരായ കമ്മ്യൂണിസ്റ്റുകൾ. അവരാണ് കേരളത്തിൻ്റെ ബേസും എക്കോണമിയും കേരളത്തിൻ്റെ വൈബ്രൻ്റ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട സാധനങ്ങളെല്ലാം തകർത്തത്. പിണറായി വിജയനും ഈ പറയുന്ന ബാലഗോപാലിനും ഈ പറയുന്ന മണ്ടൻ തോമസ് ഐസക്കിനും പി രാജീവിനും ഗ്ലോബൽ എക്കോണമിയെ പറ്റി ഒരു കുന്തും അറിയത്തില്ല, ചുമ്മാ പറയുന്നതാണ്.
കാരണം അവരുടെ ഈ പറയുന്ന തോമസ് ഐസക്കിന് 10 വർഷം ടൈം കിട്ടിയത്. അയാൾ എന്ത് കോൺട്രിബ്യൂഷനാണ് കേരളത്തിന് കൊടുത്തത്? പിണറായി വിജയൻ ഈ കുന്തത്തെ പറ്റിയൊന്നും അറിയത്തില്ല. അയാൾക്ക് ഇതിനെപ്പറ്റി ബ്ലാങ്ക് ആണ്. വലിയ പൂജ്യമാണ് പിണറായി വിജയൻ്റെ എക്കണോമിക് ജ്ഞാനം എന്ന് പറയുന്നത്. ബാലഗോപാലിൻ്റെ എക്കോണമി നിങ്ങൾ കണ്ടത് എന്താണ് ഇയാൾ കഴിഞ്ഞ 5 വർഷം കാട്ടിക്കൂട്ടിയത്? അതായത് നമുക്ക് എക്സ്പെൻസ് ഉണ്ട്, പക്ഷേ ഇവിടുന്ന് സമാഹരിക്കുക, ആരിൻവെസ്റ്റ് ചെയ്യും? എപ്പോഴും കടമെടുത്താൽ മതിയോ? ഈ ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്? അതായത് പുതിയ തലമുറയ്ക്ക് ജോലി വേണം. ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ലോകത്തെല്ലായിടത്തും പോകുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ സതീശന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പോർട്ട് സിറ്റി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പോർട്ട് സിറ്റിയുമായിട്ട് എങ്ങനെയാണ് ഇത്രയും ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് ചോദ്യമാണ്. ഒരു പോർട്ട് ഉണ്ടായി കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടുണ്ടായി, അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലമെടുത്ത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടാക്കണം. കാരണം അതൊരു ഒരു ഒരു വലിയ ടാസ്ക്കാണ്. അവിടെ അത്രയും ആൾക്കാർ താമസിക്കുന്നിടത്ത് എവിടെയാണ് ആ സ്ഥലം ഉണ്ടാക്കി അതിനടുത്ത സ്ഥലം എടുത്തിട്ട് ഒരു എക്കണോമിക് സോൺ ഉണ്ടാക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നും പല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ പലതും മാനുഫാക്ചർ ചെയ്യും, അല്ലെങ്കിൽ അസംബിൾ ചെയ്യും. അത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് യൂസിന് ഉൾക്കൊള്ളാൻ കൺസ്യൂം ചെയ്യാൻ സാധിക്കും. അത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ലോകത്തും ഇന്ത്യയിലൊക്കെ നടക്കുന്ന സംഭവമാണ്. അതായത് പോർട്ട്, അതായത് 17ഓളം പോർട്ടുകൾ, പുതിയ പോർട്ടുകൾ വരാൻ പോകുന്നു. അതിന് ഗവൺമെൻറ് 400 കോടിയാണ് ബജറ്റിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ദുബായ് എന്ന് പറയുന്നത്. ജബലേലി ആ പോർട്ടിലാണ് ഈ ദുബായിയുടെ ബേസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ദുബായ് എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് മാറിയത്. സിംഗപ്പൂർ, ഹോങ്കോങ്, നിങ്ങൾ ഓരോ സിറ്റികൾ എടുക്കുക. അപ്പൊ കേരളത്തിന് അനുയോജ്യമായ സംഭവമാണ് ഈ പോർട്ട് സിറ്റി എന്ന് പറയുന്നത്. പലയിടത്തും പോർട്ടുകൾ ഉണ്ടാകുമ്പോൾ ലോജിസ്റ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാകും, SEZ ഉണ്ടാകും, ഗ്ലോബലായിട്ടുള്ള കമ്പനികൾ വരും. കാരണം അതിനകത്തൊരു പ്രത്യേക നിയമമാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ നിയമത്തിന് അനുസരിച്ചല്ല, മറ്റൊരു നിയമമാണ് SEZ ഉണ്ടാവുന്നത്. അത് കമ്പനികൾക്ക് അനുകൂലമാണ്. ഇൻവെസ്റ്റ്മെന്റ് കയറി വരും, അവിടെ ജോലി ക്രിയേറ്റ് ചെയ്യും. പല രീതിയിലുള്ള ടെക്നിക്കൽ ജോലി, മറ്റുള്ള സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ അവിടെ അങ്ങനെയാണ് സിംഗപ്പൂർ വലിയ സംഭവമായി മാറിയത്. എത്ര പോർട്ടുകളാണെന്ന് നോക്കുക സിംഗപ്പൂരിൽ, ഹോങ്കോങ്. അതേപോലെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഏകദേശം 600 കിലോമീറ്ററാണ് കോസ്റ്റൽ ലൈൻ. ഈ സംഭവം വന്നു കഴിഞ്ഞാൽ സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറും. പിന്നെ കേരളത്തിനകത്തൂടെയുള്ള ജലപാത, അതും കയറി ഭയങ്കരമായിട്ട് കയറി ഹിറ്റ് ചെയ്യും. ഈ പോർട്ടുകൾ വരുമ്പോൾ ക്രൂസ് ഷിപ്പുകൾ വരും. അപ്പോൾ അതൊരു മറ്റൊരു ചേഞ്ചായിട്ടങ്ങ് മാറും. അതായത് കേരളത്തിൽ വരാനുള്ള സമയത്ത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. അത് ഭയങ്കര ഒരു പോസിറ്റീവാണ്, സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ കോൺഗ്രസ് നേരത്തെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഉമ്മൻചാണ്ടി ആണെങ്കിലും കരുണാകരനാണെങ്കിലും AK ആൻ്റണിയാണ്, ഇവർക്കൊന്നും ബേസിക്കലി എങ്ങനെയാണ് വിഷണറി എക്കോണമിസ്റ്റ്, എങ്ങനെയാണ് ഗ്ലോബലായിട്ട് എക്കോണമി ചലിക്കുന്നത്, അതനുസരിച്ചുള്ള സംഭവമൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇൻക്ലൂഡിങ് ഉമ്മൻചാണ്ടി. ഇവരൊക്കെ ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും, പക്ഷെ ഇവരൊന്നും ഒരു എക്കണോമിക് അഡ്മിനിസ്ട്രേറ്ററോ എക്കണോമിക് വിഷണറീസോ ആയിരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിന് ഈ 25 വർഷം പുറകിലോട്ട് പോയതിൻ്റെ കാരണം കേരളം ഭരിച്ചവര്, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലോജിക്കും അവരുടെ ഐഡിയോളജി ഈ പറയുന്ന ഗ്ലോബൽ എക്കോണമിയുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു. അതാണ് നമുക്ക് സെറ്റ് ബാക്കും ബാക്ക്ലാഷും ഉണ്ടായത്. പിന്നെ രണ്ടാമത് ഇതിനകത്ത് പറയുന്ന ഏറ്റവും ഞാൻ ക്രൂഷ്യലായിട്ട് കാണുന്നത് ലാൻഡ് റിഫോംസ് ആണ്. അത് കേരളത്തിൽ ഭയങ്കര ആവശ്യമാണ്. എനിക്കും ഈ റബ്ബറിനെ പറ്റി അറിയാം. ഈ റബ്ബർ എന്ന് പറഞ്ഞാൽ 300 രൂപ കിട്ടിയാൽ തന്നെയും ഈ റബ്ബർ ലാഭത്തിലാവത്തില്ല. കാരണം ഭയങ്കരമായിട്ട് ലേബർ എക്സ്പെൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ലോജിസ്റ്റിക്കൽ എക്സ്പെൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്ലോബലി ഈ റബ്ബറിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന കൺസ്യൂം എന്ന് പറഞ്ഞാൽ താഴോട്ട് പോവുകയാണ്. കാരണം ഏവിയേഷൻ ഇൻഡസ്ട്രി ഗ്ലോബലി, അതായത് ഈ കോവിഡിന് ശേഷം അത് തിരിച്ചു വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ നാച്ചുറൽ റബ്ബർ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റിനാണ്, അല്ലാതെ മറ്റുള്ള ഈ ഓയിൽ, അതായത് ക്രൂഡുമായി ബന്ധപ്പെട്ട സിന്തറ്റിക് റബ്ബർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ റേഡിയൽ ടയേഴ്സ് അതിലോട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി ഗ്ലോബലായിട്ട് വന്നാൽ മാത്രമേ, അതായത് വലിയ രീതിയിൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ
നാച്ചുറൽ റബ്ബറിൻ്റെ യൂസേജ് വരികയുള്ളൂ. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ മറ്റുള്ള അതിനും പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന റബ്ബറിൻ്റെ ഇതുണ്ട്, അത് ഗ്രാജുവലായിട്ട് ഡിക്ലൈൻ ചെയ്യുകയാണ്. റബ്ബർ എന്ന് പറയുന്ന ഫ്യൂച്ചറിൽ ലോകത്തെവിടെയും അത് ഈ പറയുന്ന നമ്മൾ നേരത്തെ കണ്ടിരുന്ന റബ്ബർ പോലെ ആവുകയില്ല. അല്ലെങ്കിൽ ആ മലേഷ്യ എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ടത് പ്ലാന്റ് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, വേറെ മറ്റുള്ള ഫാമിങ്ങിലോട്ട് പോവുകയാണ്. കാരണം റബ്ബർ ഇനിയും കയറി വരികയില്ല എന്നുള്ള ഗ്ലോബൽ എക്കണോമിസ്റ്റുകൾ റബ്ബർ എക്സ്പേർട്ടുകളും പറയാൻ തുടങ്ങി. റബ്ബറിന് ഫ്യൂച്ചർ ഇല്ല. ഈ പറയുന്ന വിലയൊന്നും വളരെ ചീപ്പായിട്ടാണ് ഈ സിന്തറ്റിക് റബ്ബറും കൂടിനൊക്കെ, അതായത് കൂടിന്ന് ഉണ്ടാക്കുന്ന അത് വെച്ച് റോ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുന്ന റബ്ബറുകൾ വളരെ സുലഭമായിട്ട് കിട്ടുകയാണ്. പിന്നെ ടയറിൻ്റെ യൂസേജ് അതും ഗ്രാജുവലായിട്ട്, കാരണം റേഡിയൽ ടയേഴ്സും മറ്റുള്ളതൊക്കെ ഇതിൻ്റെ മൈലേജ് കൂടുന്നു, ഇതിൻ്റെ ലൈഫ് കൂടുന്നു. അങ്ങനെ വന്നു കഴിയുമ്പം റബ്ബറിൻ്റെ ഡിമാൻഡ് ഗ്ലോബലി കുറയും. അത് ഉറപ്പായിട്ടും ഈ കേരളത്തെ അല്ല, ഈ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ ശരിക്കും മതി. കാരണം അതിനേക്കാളും ചീപ്പായിട്ട് നാച്ചുറൽ റബ്ബർ കൊടുക്കാൻ കഴിവുള്ള രാജ്യങ്ങളുണ്ട്. പിന്നെ ഇതിനെ കേരളത്തിൽ വന്ന് ഇത്രയും വലിയ വിലയ്ക്ക് ഈ റബ്ബർ എടുക്കേണ്ട ആവശ്യം, അപ്പം അത് പോയി. അപ്പം അതേപോലെ തന്നെ തേയിലയുടെ കാര്യം, തേയില എന്ന് പറയുന്ന, കാരണം ടീ എസ്റ്റേറ്റുകൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ മനസ്സിലാക്കുക, പല ടീ എസ്റ്റേറ്റുകളും കേരളത്തിൽ അടച്ചിട്ടേക്കുക വലിയ വലിയ കമ്പനികൾ. കാരണം ടീയുടെ ഡിമാൻഡ് കുറയുന്നു. എന്തുകൊണ്ടാണ് ടീയുടെ ഡിമാൻഡ് കുറയുന്നത്? ഗ്ലോബലായിട്ട് കോഫിയുടെ ഡിമാൻഡ് കൂടി. കോഫി കുടിക്കുന്നവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ ടീയുടെ ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്തു. അതേപോലെ ഇതേപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളാണെങ്കിലും അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളാണെങ്കിലും ടീ എസ്റ്റേറ്റ്, ഇത് മുഴുവനും ഈ പുതിയ റിഫോംസിൻ്റെ അകത്ത് ഇത് കൺവേർട്ടഡ് ഈ സംഭവമാക്കി മാറ്റണം. അത് കേരളത്തിൽ വളരെ ആവശ്യമാണ്. വീടുകളൊക്കെ തന്നെ ഇപ്പം പാടങ്ങൾ എടുക്കുക, എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ വയലുകൾ കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. അത് കൺവേർട്ട് ചെയ്തേ മതിയാകത്തുള്ളൂ. വെള്ളത്തിന് പോകാനുള്ള സംഭവം ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം ഈ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ആ ഒരു രീതിയിലോട്ട് ലിമിറ്റഡ് കൺവേർഷൻ അല്ല, അത് കൃഷി ചെയ്യാതെ കിടക്കുന്ന പല ലാൻഡുകളും അതിനെ കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ പെട്ടെന്ന് ഫ്ലഡ് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാക്കിയെടുക്കുകയും ചെയ്യണം. അത് ഡെമോഗ്രഫിക്കലും ജിയോഗ്രഫിക്കലും ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഓവർകം ചെയ്യണം. അതായത് ലാൻഡ് കൺവേർഷൻ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സുപ്രധാന തീരുമാനം തന്നെയാണ്. അതിൽ കേരളത്തിൽ ഈ പറയുന്ന പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാനും ഫാക്ടറി ഇടാനും, കാരണം ഒന്നാമത് ഫാക്ടറി ഇടണം എന്നുണ്ടെങ്കിൽ തന്നെ ഇനി ഫാക്ടറികളല്ല ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായത് ടെക്നോളജി ബേസും AI ബേസ്ഡ് സാധനങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള ലാൻഡും അതേപോലെ അതിനെ സപ്പോർട്ടീവായിട്ടുള്ള MSME ആ രീതിയിലാണ് കേരളത്തിലോട്ട് പോകേണ്ടത്. അപ്പം ഈ പറയുന്ന അതും വളരെ ക്രൂഷ്യലാണ്. അതിനെ കാര്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എക്കണോമിക് കോറിഡോർ. അപ്പം അതിനകത്ത് റെയർ എർത്ത് മിനറൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മെറ്റൽ സ്ട്രോങ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് 90% ചൈനയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയുണ്ട്. സിലിക്ക പാക്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും വളരെ പോസിറ്റീവായിട്ടാണ് ഈ സ്ട്രോങ് റെയർ എർത്ത് മെറ്റൽസ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് കേരളത്തിൽ ഈ കരിമണലും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതായത് വലിയ ഡിമാൻഡ് ഉണ്ടാകും. അത് പ്രൈവറ്റൈസ് ചെയ്യണം. അത് ഗവൺമെൻറ് അല്ല ഇത് നടത്തേണ്ടത്. അത് ഈ കർത്തയെന്ന് പറഞ്ഞ ഒരു അഴിമതിക്കാരനുമായിട്ട് ചേർന്ന് ഗവൺമെൻറ് കമ്പനിയാണെന്നും പറഞ്ഞ് അവൻ നടത്തുന്ന അഴിമതിയിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരൻ എല്ലാം അതിൻ്റെ അകത്ത്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ആൾക്കാരും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അതിനൊരു ടെൻഡർ എടുത്ത് പ്രൈവറ്റൈസ് ചെയ്ത് ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് കൊടുക്കുക, ആൾക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഗ്ലോബൽ ഡിമാൻഡ് ഇതിനുള്ളത്. കേരളത്തിൽ അതിൻ്റെ മൈൻസും ഉണ്ട്, ഈ സാധനങ്ങളും ഉണ്ട്. ഉറപ്പായിട്ട് അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് നോക്കിക്കാണാം. അതുമായി ബന്ധപ്പെട്ടും മനസ്സിലാക്കുക, കേരളത്തിൽ വലിയ രീതിയിൽ ജോലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പൊല്യൂഷനും ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ കോറിഡോർ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം
ഇത് ഭയങ്കരമായിട്ട് ടൂറിസം പൊട്ടൻഷ്യൽ ഉണ്ടാവും. കാരണം ആ ഒരു ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കോസ്റ്റൽ ലൈനാണ്. അത് അവിടെ ഒരു 4 ലൈൻ, ഈ കോറിഡോർ എന്ന് പറഞ്ഞ് 4 ലൈൻ പാത അവിടെയും കൂടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ 2 ചുറ്റും, അതായത് ഗ്ലോബലായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും സീ ബേസ്ഡ് ടൂറിസം, ബീച്ച് ബേസ്ഡ് ടൂറിസം എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഇന്നും വെൽ റെക്കഗ്നൈസ്ഡ് ആണ്. കാരണം അതിനെ കാണാനും നോക്കാനും ആൾക്കാർ ഇഷ്ടം പോലെ വരും. അപ്പം അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഗവൺമെൻറ്, അതായത് ജവഹർലാൽ നെഹ്റു സയൻറ്റിഫിക് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ സംഭവം, അത് ഒരു പോസിറ്റീവ് സംഭവം തന്നെയാണ്. കാരണം ആദ്യമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ അതിനൊരു ബജറ്റിൽ ഇത്രയും തുക മാറ്റി വെക്കുന്നു. നല്ലൊരു മന്ത്രിയെയും കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ പറയാൻ പോകുന്ന മറ്റുള്ള പല പോയിന്റുകളുണ്ട്. അതായത് എപ്പോഴും പിണറായി ഗവൺമെൻറ് ആണെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എപ്പോഴും പെൻഷൻ കൊടുക്കുക, കിറ്റ് കൊടുക്കുക, റേഷൻ കൊടുക്കുക. അതിനൊക്കെ ഉപരിയായിട്ട്, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ന്യൂ ജനറേഷൻ തോട്ട്സിലോട്ട് പോയിട്ട് അവിടെ ജോലി ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ചില പാർക്കുകൾ കൊണ്ടുവരിക, അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അതായത് അവിടെ ജോലി ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, അതിനെ ഗ്ലോബലൈസ്ഡ് സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരിക. അതൊരു മാറ്റം തന്നെയാണ്. ആ മാറ്റം അംഗീകരിച്ചു കൊടുക്കുന്ന പൂർണ്ണമായിട്ടും. ബജറ്റ് എന്ന് പറയുന്ന ആൾക്കാരെ സുഖിപ്പിക്കുക എന്നതല്ല. അടുത്ത ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷനും അവിടെ ജോലി വേണം, അവൻ മുന്നോട്ട് പോയേ മതിയാവത്തുള്ളൂ. അതിൻ്റെ അകത്ത് സതീശിന് ഫുൾ മാർക്ക് തന്നെയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിബറലൈസേഷന് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ എക്കണോമിക് ചേഞ്ചാണ് ഈ സതീശിൻ്റെ ബജറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന CPM മണ്ടന്മാരും കോൺഗ്രസിൻ്റെ വെറും സോഷ്യലിസ്റ്റ് രീതിയിൽ നിന്നും മാറിയിട്ട് പ്രോപ്പറായിട്ട് ലോകത്തെ കണ്ടുകൊണ്ട്, ഗ്ലോബലൈസ്ഡ് എക്കോണമിയെ കണ്ടുകൊണ്ടുകൊണ്ട് തന്നെയാണ് സതീശൻ പുതിയ ബജറ്റ് അവതരിപ്പിച്ചത്. അതിന് പൂർണ്ണമായിട്ടും 10ൽ 10 മാർക്ക് തന്നെയാണ് എൻ്റെ ഒരു വിശകലനത്തിന് എനിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത്.